നമുക്കിപ്പം ടി വി പ്രസാദും ഹരിമോഹനും കൂടി ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, നമ്മളിപ്പോൾ പുറത്തുവിട്ടിരുന്ന ദൃശ്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്നുള്ളതിന്റെ നേർചിത്രമാണ്. ഇവിടെ സ്വർണം അടിച്ചു മാറ്റിയതല്ല വിഷയം. സ്വർണം അങ്ങനെ അടിച്ചു മാറ്റാൻ കഴിയില്ല. 397 ഗ്രാം സ്വർണം മാത്രമാണ് ഇതിൽ പൂശിയിരുന്നത്. പക്ഷെ അതിനേക്കാൾ ഗുരുതരമായ വിഷയമല്ലേ ഇവിടെ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിലുള്ളത്. ശബരിമലയിലെ സന്നിധാനത്തെ ശ്രീകോവിലിന് മുമ്പിലെ വാതിലിന്റെ പാളിയിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പത്തിന്റെ ഈ സ്വർണം പൂശിയ പാളി അത് ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ കാര്യമല്ലേ? ഈ 50 പവനോ 49 പവനോ അതിൽ 2-3 ഗ്രാമിന്റെ കുറവ് വന്നതിനേക്കാൾ ഗുരുതരമായ വിഷയമല്ലേ ടി വി പ്രസാദ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിലുള്ളത്? ഗുഡ് മോർണിംഗ് അരുൺ. ഉറപ്പായും അത് തന്നെയാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം ഏറെ കൂടുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യം പുറത്തു വന്നതിലൂടെ നമ്മൾ കരുതേണ്ടത്. കാരണം ഈ മിസ്സായിരിക്കുന്ന ഈ 40 ദിവസം ഇത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കച്ചവടം ചെയ്യുകയായിരുന്നോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. നേരത്തെ അരുണും റഹീസും പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ നമുക്ക് ജയറാമിനെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ജയറാം എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ജയറാമിന്റെ വീട്ടിലെത്തിച്ചതിലൂടെ വ്യക്തമാക്കുന്നത്. ഇതിൽ ഈ 40 ദിവസത്തിലുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും സ്വാഭാവികമായും ജയറാമിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവുക. ഇങ്ങനെ എത്ര ദിവസം എവിടെയൊക്കെ ഇത് പോയി എന്നുള്ളതാണ് ഇതിലുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നാളെ ദേവസ്വം വിജിലൻസിന് മുമ്പിൽ മൊഴി കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു മറുപടി കൊടുത്തേ മതിയാവൂ. കാരണം ഇത്ര നാളും ഇത് സംബന്ധിച്ച്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് വെച്ച് കച്ചവടം ചെയ്യുകയായിരുന്നു എന്നതിന്റെ തെളിവ് വിജിലൻസിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തു കൊണ്ടുവന്ന ഈ ദൃശ്യങ്ങൾ. ഉറപ്പായും അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി പറയാൻ ബാധ്യസ്ഥനാവുകയാണ് അരുൺ. കാരണം എന്തൊക്കെയുണ്ട് അതിനുള്ളിൽ എന്നുള്ളതാണ് ഈ പറയുന്ന 40 ദിവസമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സ്വർണം നഷ്ടപ്പെട്ടു, തിരിച്ചെത്തുമ്പോൾ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹതയായി അവശേഷിക്കുന്ന സമയത്തും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നത് നമ്മളിപ്പോൾ പുറത്തു കൊണ്ടുവന്ന ഈ ദൃശ്യങ്ങളാണ്. അതായത് അതെങ്ങനെ ജയറാമിന്റെ വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിന്റെ വീട്ടിൽ ഇത് എത്തിച്ചതുപോലെ എവിടെയൊക്കെ എത്തിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത്.